കാരണം ഇപ്രാവശ്യം കപ്പ് ഫ്രാൻസിനാണ്. SLC ജയിച്ചാൽ തന്നെ കോളേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതുവരെ കമ്മിറ്റി കളി ഇനി അങ്ങോട്ട് നടക്കൂല, ഒരു സംശയം വേണ്ട. പക്ഷെ അർജന്റീന ഫൈനലെത്തിയത് അത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. ഞങ്ങൾ ബ്രസീല് അപ്പൊ ഞങ്ങളെ എംബാപ്പിയും കുട്ടികളൊക്കെ പേരിക്കാണ് കൊണ്ടുവരും. നോക്കി നിൽക്കേണ്ടി വരും. നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഫുട്ബോളിന്റെ മക്കയായ മലപ്പുറത്ത് കേരളത്തിന്റെ മറഡോണ ആസിഫ് സഹീറിന്റെ നാടായ മമ്പാടാണ് നമ്മളുള്ളത്. അസിക സെറ്റല്ലേ? കാണുമ്പോ പിന്നെ ഏതാ ടീം ഞാൻ ചോദിക്കുന്നില്ല. അതല്ല, ഇവിടെ ഒരു കൗതുകയായി. സാധാരണ നമ്മുടെ നാട്ടിലെ ഫ്ലക്സിലൊക്കെ ലോകകപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ ചുറ്റും ഒന്നുകിൽ ക്രിസ്ത്യാനോ അല്ലെങ്കിൽ മെസ്സി, ഇതാണ് ഉണ്ടാവുക. മെസ്സിനെ നിങ്ങള് സൈഡിലാക്കി. ഇത് ഞാൻ പറഞ്ഞ നമ്മളെല്ലാ ഫ്ലക്സിലും കാണുന്നത് ക്രിസ്ത്യാനോ, മെസ്സി, നെയ്മർ, പിന്നെ ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സിനും കാണുന്നുണ്ട്. ഇത് ഹാജിയാര മന്തിക്കട, നമ്മളൊരു ചെക്കനാണ് അസീമ്, കട്ട ഇംഗ്ലണ്ട് ഫാനാണ്. നോക്കിയേ, ക്രിസ്ത്യാനോ 100% അംഗീകരിക്കില്ല. അത് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അതെ, സെമിയിലെത്തിയോണ്ട് നമ്മൾ ക്ഷമിച്ച് ഹാർഡ് കോർ ഫാനാണ് ഇംഗ്ലണ്ടിന്റെ. ഒന്ന് ക്ഷമിക്കാം സിക്കാർ. വിട്ട് അല്ല, നമ്മളെ ടീമൊക്കെ ടീമൊക്കെ സെറ്റ് ഇവിടെ ആ മുട്ട പൊള്ള് തീർക്കും. നമ്മളെ സ്വന്തം നമ്മളെ ചാനലിൽ വെച്ചിട്ടുള്ളത്. ലോകകപ്പ് കാണുന്നുണ്ടോ? ഫ്രാൻസിന്റെ ടീമാണ്. ഫുള്ള് ബ്രസീലിന്റെ മണ്ടോ. ബ്രസീലിന്റെ മഞ്ഞ കളറാണ് അടിച്ചുള്ളത്. അത് വെള്ളാപ്പള്ളിനോടുള്ള പ്രേമം കൊണ്ടാ. നമ്മളെ ഇടയെന്നാ കയറി വന്ന്. അപ്പൊ നിങ്ങളെ തർക്കത്തിന്റെ തുടക്കം എന്താന്ന് മനസ്സിലായില്ല. എന്താ തുടക്കമൊന്നുമില്ല. അർജന്റീന 100% കമ്മിറ്റി കളി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അർജന്റീന കമ്മിറ്റി കളിയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വന്തം പറഞ്ഞത് ആ ബാറിന്റെ പ്രശ്നമാണ്. ഇംഗ്ലണ്ടും നോർവേയും കളിച്ച് കളിച്ചപ്പോ ആ ബാർ കൊടുത്ത് ഇല്ല, ആ ബാർ കൊടുത്തില്ലേ. ബ്രസീൽ ഫാൻ എന്നുള്ള നിലയ്ക്ക് അവിടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് താങ്കൾ പറയുന്നത്. ഇത് വേറെ കൊടുക്കണോർക്കൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ട് റെഡ് കാർഡ് കിട്ടിയ ഒരു പ്ലെയറിന് വീണ്ടും കളിക്കാൻ ഒരു അവകാശം കൊടുത്ത ഒരു ഫിഫയാണ്. പറയുന്നതിൽ ചെറിയ ന്യായമുണ്ടോ? വിലയിരുത്തുകയാണെങ്കിൽ അർജന്റീന എന്ന് പറഞ്ഞ ടീം സെമിയിലെത്തിയിട്ടുണ്ടല്ലോ. ഈ ഒരു ആദ്യ 10 റാങ്കിലെ ഒരു ടീമിനോട് പോലും ഈ വേൾഡ് കപ്പിൽ വന്ന ടീം
റെഡ് കാർഡ് അത് അർജന്റീന പേരൊക്കെ മൂന്ന് ടീമായി അപ്പൊ അത് പിടി ശരിക്കും ഇല്ല ശരിക്കും 86-ലും അർജന്റീന കൂടെയാണ്. അതിനുശേഷം ആ ടീമിന്റെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം, പഠിച്ചുപോയി. അതിന് ശേഷം ഞാൻ ബ്രസീലിന്റെ കൂടെയായി. ബ്രസീൽ കപ്പെടുത്ത് കണ്ടിട്ടുള്ള ടീം പറയാം എന്തേ അതിനുശേഷം മറോഡോന്റെ ഇതൊക്കെ തന്നെ. ഇങ്ങനെ വരുമ്പോ നടന്ന ചർച്ച എന്താ വെച്ചാല് CR7 ഈ ഇത്രയും കാലം വേൾഡ് കപ്പ് അടിച്ച ഗോള് ആകെ 8 മെസ്സി ഈ വേൾഡ് കപ്പിൽ മാത്രം 8 അടിച്ചു. പോർച്ചുഗലിൽ CR-ന് അവസരം ഉണ്ടാക്കി കൊടുക്കാത്ത ടീം അപ്പൊ അതുകൊണ്ടാണ് ഇയാൾ ഈ ഇപ്രാവശ്യം കപ്പ് ഫ്രാൻസിനാണ്. പോർച്ചുഗൽ ലോകോത്തര ടീമാണ്. ഈ വർഷം ഫൈനലിൽ സെമിയിലൊക്കെ എത്താൻ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു ടീമായിരുന്നു. പക്ഷേ ടീമിന്റെ ഒത്തിണക്കം ഇല്ലായിരുന്നു. CR7 അധികം ബോൾ കിട്ടിയിട്ടില്ല. മികച്ചൊരു കളിക്കാനാണ്. അധികം ബോൾ കിട്ടിയിട്ടില്ല. ഇന്ന് എംബാപ്പെ അടിച്ചില്ലാറ് ഗോൾ CR7 അടിച്ചിരുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിൽ തന്നെ നിങ്ങൾക്ക് അറിയാം അത് പരിഹരിക്കാൻ എന്നുള്ള പ്രതീക്ഷയില്ല. പക്ഷേ ഒരു ലെജൻഡറി താരം എന്നുള്ള നിലക്ക് അത് പരിഹരിക്കാൻ ക്രിസ്ത്യാനോ എന്തായാലും മുന്നിട്ട് ഇറങ്ങേണ്ടിയിരുന്നു. SLC ജയിച്ചാൽ തന്നെ കോളേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ പറഞ്ഞ കാര്യമല്ല. SLC ജയിച്ചാൽ തന്നെ അഡ്മിഷൻ കിട്ടുള്ളൂ, കോളേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. മാനേജ്മെന്റ് കോട്ടയിൽ മാനേജ്മെന്റിന് പൈസ കൊടുത്താലും SLC ജയിച്ചിട്ടില്ലെങ്കിൽ ജയിച്ചിട്ടില്ല. എല്ലാരോടും പറയാം അതിനൊക്കെ അടിയില് ഇവിടെ കുറെ ആയിരത്തങ്ങനെ പ്രശ്നങ്ങളില്ലേ? ഇവിടെ മൊത്തത്തിലുള്ള പ്രശ്നത്തിന് പരിഹാരം നാളെ ഇന്നത്തെ സെമി ഫൈനൽ കഴിഞ്ഞ് മറ്റന്നാൾ ഫൈനലിൽ ഇംഗ്ലണ്ടും സ്പെയിനും മുട്ടും. അതോടുകൂടി ഇതിലെ ഒരുവിധം ടീമിന്റെ ഒക്കെ കച്ചറ നിൽക്കോടെ സംഭവിക്കാൻ വേണേ. അതിൽ ഇംഗ്ലണ്ട് കപ്പടിക്കും ചെയ്യും. ഇംഗ്ലണ്ട് അയക്കുമല്ല. അതിന് നടക്കാൻ പോണ സത്യ പറയുന്നത്. ഇത് വരുന്ന കമ്മിറ്റി കളി ഇനി അങ്ങോട്ട് നടക്കൂല, ഒരു സംശയം വേണ്ട. അതിന് രോഗം മുഴുവൻ നടക്കൂല. ഒരു ടീമേ ഇതിൽ ജയിക്കുള്ളൂ. ഞങ്ങൾ തോറ്റി, ഞങ്ങൾ പരാതിയില്ല. അതിന് പരാതിയില്ല. കളിനെ തോറ്റ് ജയിച്ചോട്ടെ, കളി നടത്തി ജയിച്ചോട്ടെ. ഞങ്ങളുടെ ഫ്രണ്ട്സില് ഒരു പ്രവചന മത്സരം വെച്ചിട്ടുണ്ട്. അതില് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വേൾഡ് കപ്പിൽ കിട്ടുന്ന 3 ടീമുകളെ പ്രവചിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിൽ 36 ആൾക്കാരെ കുറിച്ച് റിപ്പോർട്ട് പറഞ്ഞിരുന്നു. അതിലിപ്പോ 12 ആളായി ചുരുങ്ങിയിട്ടുണ്ട്. അതിൽ 3 ടീമിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് 3 ടീമല്ലേ എന്ന് പറഞ്ഞത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറയണ്ടേ, പ്രവചിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ഞാന് ഫ്രാൻസ് ഫസ്റ്റ് അടിക്കും, അർജന്റീന സെക്കൻഡ് അടിക്കും, സ്പെയിന് തേർഡ് അടിക്കും.
അതിനാണ് എനിക്ക് 3 കളിയാക്കുന്നത് പിന്നെ അതിനെ കളിയാക്കുന്നത് അല്ലേ? അല്ല പിന്നെ സിദ്ദിഖാക്ക പറഞ്ഞത് എന്താ അറിയോ 82-ല് 86-ലൊക്കെ അർജന്റീനയുടെ കൂടെയായിരുന്നു. പിന്നെ ഇതിൽ കുറച്ച് രാഷ്ട്രീയ കാരണങ്ങൾ കൂടിയിട്ട് എന്താണ് കാരണം ചോദിച്ചാല് 86-ല് മറഡോണ കപ്പടിച്ചതിന് ശേഷം മറഡോണനെ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്, ഞങ്ങൾക്കൊക്കെ ഇഷ്ടം. ഞങ്ങളെ 86 മുതൽ കളി വീക്ഷിക്കാം. 86-ൽ 1-2 കളി കണ്ടിട്ടുള്ളൂ. പിന്നെ 90 മുതൽ ഒരുവിധം കളികളൊക്കെ ഞാൻ വീക്ഷിച്ചിട്ടുണ്ട് എന്റെ കാര്യം. അപ്പൊ ഞാൻ ഈ ഫുട്ബോളിനെ പറ്റി പല വിലയിരുത്തലുകളും ഉണ്ടാകലുണ്ട്. എല്ലാ ചർച്ചകളിലൊക്കെ നമ്മൾ പങ്കെടുക്കലുണ്ട്. അപ്പം ഈ മറഡോണന്റെ രാഷ്ട്രീയ കാരണം എന്താ പറഞ്ഞാൽ ഈ മയക്കുമരുന്ന് കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ അയക്കൊന്നും പോകണ്ടല്ലേ വ്യക്തിപരമായ കാര്യമില്ല. അത് വ്യക്തിപരമായ അങ്ങനെയാണ് ഞാൻ കാര്യം ചെയ്യട്ടെ. ഇപ്പൊ ബ്രസീലിൽ ഒട്ടുമിക്ക പ്ലേയേഴ്സും ഡ്രഗ്സ് ആയിട്ടും പല കേസുകളും കോടതി അതൊക്കെ പറഞ്ഞ ടീമിനെ ഉണ്ടാക്കി എത്ര പ്ലേയേഴ്സ് നമ്മളൊരാളെ അയാള് വേണ്ടാത്ത കാര്യങ്ങൾ മറോണ കളിയൊരു കണ്ട വളരെ ദയനീയം. അതുകൊണ്ട് എല്ലാ ഫേവറും അർജന്റീന ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഇത്രയും വലിയ യുദ്ധം നടന്നിട്ടും ഒരാൾ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ഫുട്ബോളിനെ കുറിച്ച് പറയാൻ നല്ല അർഹതയുള്ളൊരു മനുഷ്യനും കൂടിയാണ് ഇവർക്ക് ഉണ്ടാക്കുന്നത്. അല്ല അതിന്റെ കാര്യം പറഞ്ഞുതരാം. അത് ഫസ്റ്റ് റൗണ്ടിൽ എത്താതെ തോറ്റ ജർമ്മനിയിലാണ്. എന്തെങ്കിലുമൊക്കെ പറയും. അല്ല നിങ്ങൾ ടീം ഓൾറെഡി പുറത്തായി. ഇനിയുള്ള 4 ടീമിലേക്കാ സാധ്യത. ഇനിയുള്ള എന്റെ അഭിപ്രായത്തില് ടീം നോക്കുകയാണെങ്കിൽ അത് ഫ്രാൻസിന് തന്നെയാണ്. ഫൈനലിൽ ഞാൻ പ്രവചിക്കുന്നത് ഫ്രാൻസും അർജന്റീനയും. അപ്പൊ ഖത്തർ വേൾഡ് കപ്പിന്റെ റിട്ടേൺ കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ റിട്ടേൺ മാച്ച് നടക്കാൻ പോകുന്നത്. അതെ ഫൈനലിൽ അതിലാരും കപ്പടിക്കും. ഫ്രാൻസ് കപ്പടിക്കും. ഞാൻ പറയട്ടെ ടോട്ടൽ ഗെയിമിന്റെ ഒരു പെർഫെക്ഷൻ നോക്കുകയാണെങ്കിൽ പ്രാവശ്യം അത് ഫ്രാൻസ് തന്നെയാണ്. അത് യാതൊരു സംശയമല്ല. അത് പിന്നെ നിഷ്പക്ഷരായ അർജന്റീനക്കാരും പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, അല്ലാതെ പറയണില്ല. പക്ഷെ അർജന്റീന ഫൈനലെത്തിയത് അത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. അത് എന്ത് പറഞ്ഞിട്ട് കാര്യമല്ല. കളി ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ചത് തന്നെയാണ്. അവിടെ ഡ്രഗ്സ് മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. അത് ടീം എത്തിക്കാൻ ഞങ്ങൾ ജർമ്മനി പോയി അംഗീകരിക്കുക. അവിടെ അതുണ്ട് ഇതുണ്ട്. ഞാൻ കുറെ കാരണം പറഞ്ഞിട്ടുണ്ട്. ഈ സെമി ഫൈനൽ പ്രത്യേകത എന്ന് വെച്ചാൽ വേൾഡില് റാങ്കിങ് ബേസിൽ 4 ടീമുകൾ 1 തൊട്ട് 4 വരെയുള്ള റാങ്കിങ് ടീമിലെ 4 ടീമുകളാണ് സെമി ഫൈനലിൽ വന്നിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ 4 ടീമുകളിലും ലോകോത്തര സ്ട്രൈക്കേഴ്സാണ് കളിക്കുന്നത്. ലയണൽ മെസ്സി, ഹാരി കെയ്ൻ, കിലിയൻ എംബാപ്പെ ആൻഡ് യമനി യമാൽ. അത്രക്കും ഗ്ലാമർഫുൾ ആയിട്ടുള്ള ഒരു സെമി ഫൈനലായിരുന്നു. പിന്നെ കാറ്റഗറൈസ് ചെയ്ത് സെമി വരെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഫ്രാൻസ് തന്നെയാണ് ഡോമിനേറ്റ് ചെയ്ത് വന്നത്. സെക്കൻഡ് ഇംഗ്ലണ്ട്, തേർഡ് സ്പെയിൻ, ഫോർത്ത് അർജന്റീന. പക്ഷെ ഞാൻ വീണ്ടും പറയുകയാണ്, ഈ 4 ടീമുകളും അറ്റാക്കിംഗ് സൈഡിൽ ടോപ്പ് ക്ലാസ് ലെവലിലുള്ളതാണ്. ഒരു ടീം ഡിഫൻസീവിലേക്ക് നീങ്ങില്ല. അങ്ങനെയാണെങ്കിൽ അർജന്റീനയെ പേടിക്കുന്നത് ഷുവറായിട്ട് ഞാൻ പറയാണ്. ഇതുവരെ എല്ലാം കളി നോക്കണ്ട, ഉള്ളത് പറയാം. അർജന്റീന ഇത്തവണത്തെ കളിച്ചപ്പോ എബേർഡ് ആയിക്കോട്ടെ, ഈജിപ്ത് ആയിക്കോട്ടെ, സ്വിറ്റ്സർലൻഡ് ആയിക്കോട്ടെ, തോറ്റോടത്ത് നിന്ന് കയറി വരിക. ആ ഒരു മെന്റാലിറ്റിക്ക് പണ്ട് അർജന്റീനക്ക് ഇല്ലായിരുന്നു. അർജന്റീന കയറി വന്നതുകൊണ്ട് ഈ അർജന്റീന പേടിക്കാം. അതായത് നന്നായിട്ട് കളിക്കുന്ന അർജന്റീന കപ്പടിക്കാറില്ല, മോശമായിട്ട് കളിക്കുന്ന അർജന്റീന കപ്പടിക്കും. അർജന്റീനയെ പേടിക്കണം. ഫ്രാൻസിന്റെ ചെറിയ ടീമുകളോടാണ് അർജന്റീന വേറൊന്നുണ്ട്.
അല്ല ഈ വേൾഡ് കപ്പ് ടീം വിട്ടത് കുറച്ച് ടീം മോശം കാറ്റഗറി കുറഞ്ഞത് ബാക്കിയുള്ളവർക്ക് നല്ല അങ്ങനെ പോർച്ചുഗൽ ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അർജന്റീന പോർച്ചുഗലും കളിക്കായിരുന്നു. പോർച്ചുഗൽ തോറ്റോണ്ടല്ലേ? അല്ല ഇങ്ങനെ പന്തായി ഞങ്ങൾ ബ്രസീല് അവർ ചർച്ച നടക്കുന്നുണ്ട്. അർജന്റീന, പാകിസ്ഥാൻ, ലക്ഷദ്വീപ്, ബംഗ്ലാദേശ്. 2064 ടീം ഉണ്ടെന്ന് പറയണേ. അതിൽ അർജന്റീനക്ക് വരുന്നത് പാകിസ്ഥാൻ, ലക്ഷദ്വീപ്, ഇന്ത്യ, ബംഗ്ലാദേശ്. ഇനി അല്ലല്ല അല്ല, ഞാൻ കാര്യം പറഞ്ഞേ, ഇതന്നെയാണ് അർജന്റീന എതിരാളികളെ പ്രശ്നം. വാട്സപ്പിൽ എന്തെങ്കിലും കിട്ടി അതങ്ങെടുത്ത് പറയും. നമുക്ക് കുറച്ചു നേരം തർക്കൊന്ന് നിർത്താം. ഇനിയിപ്പോ തർക്കം നിർത്തിയിട്ടേ കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പൊ സെമി ഫൈനലാണ് ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ. അത് ആരടിക്കാനാണ് സാധ്യത? സ്പെയിൻ അടിക്കും. കോൺഫിഡൻസ് ആണ്. 5500 എന്നാ മതിയെന്ന്. ഫൈനൽ കളിക്കുന്ന ടീമും പറഞ്ഞുതരാം. സ്പെയിനും ഇംഗ്ലണ്ടും കളിക്കും. ഇംഗ്ലണ്ട് അടിക്കും. ഞങ്ങൾ കുറെ നേരം ഇങ്ങനെ ഉണ്ടാക്കണ് ഫ്രാൻസിന്റെ ആൾക്കാരെ. ഓലി മഞ്ഞകളും കരകളൊക്കെ ഇങ്ങനെ തർക്കിച്ച് അങ്ങനെ നിൽക്കുള്ളൂ. കപ്പ് ഞങ്ങളെ എംബാപ്പിയും കുട്ടികളൊക്കെ പെരികളും അങ്ങനെ നോക്കി നിൽക്കേണ്ടി വരും. നിലവിൽ ഒരുപാട് സംസാരിക്കാൻ അർഹതയുള്ള ടീംസ് ആണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ മിണ്ടാതെ നിൽക്കുകയാണ്. കാരണം ഇവർക്കറിയാം മിണ്ടാതെ കളിച്ചങ്ങ് പോകുന്നുള്ളത് അല്ലേ? അതിനെ ഓലി മഞ്ഞകളും അരകളും ഇങ്ങനെ തർക്കിച്ചാലും മിണ്ടാതെ നിൽക്കണേ ഞങ്ങളെ. കപ്പ് എംബാപ്പിക്കുള്ളതും എടുക്കും. അതിന് മുജി അവിടെ 5000 വെച്ചു ഉണ്ടെങ്കിൽ ഇറങ്ങിക്കോ. മുജിയ ഇവര് ആദ്യം മുതലേ അപ്പൊ 5000 വെച്ചോളി വെച്ചോളി വെച്ചോളി. ബെറ്റാണ് കേട്ടെ. അപ്പൊ ഇനി രണ്ടാമത്തെ മാച്ച്. അപ്പൊ ഇനി രണ്ടാമത്തെ മാച്ച് അർജന്റീന ഇംഗ്ലണ്ട്. എന്താ സാധ്യത പറയുന്നത്? അല്ല, നിഷ്പക്ഷന്മാരായ ഫ്രാൻസുകാരോട് ചോദിക്കട്ടെ, ആരായിരിക്കും വരാൻ സാധ്യത? ഫ്രാൻസും ഇംഗ്ലണ്ടും അല്ല, നിങ്ങൾക്ക് പകരം വീട്ടുണ്ടോ അർജന്റീനയോട്? ഇംഗ്ലണ്ട് തീരുമാനമായിക്കോ. പകരം കൂട്ടും. അത് ഞങ്ങൾക്ക് അർജന്റീന ജയിച്ചു വരട്ടെ. എന്നിട്ട് ഒന്ന് കൊടുക്കാണ്ട് അപ്പോഴേക്കപ്പോഴും കൊടുത്താൻ തീരുമാനം. ഇനി ഒരു കാര്യം കൂടി. ഇപ്പൊ ഗോൾഡൻ ബൂട്ടിൽ ഭയങ്കര അടി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഹാരി കെയ്ന്, ജൂഡ് ബെല്ലിംഗാം അവിടുന്ന് കയറി വരുന്നുണ്ട് 6 ഗോളുമായിട്ട്. അപ്പുറത്ത് എംബാപ്പെ ഉണ്ട്,
മെസ്സിയും ഉണ്ട്. ഓക്കോജി അതിനകത്ത് അത് കൺഫേംഡ് ആളണ്ട് മാത്രമേ ഇന്ന് പുറത്തായിട്ടുള്ളൂ. ഗോൾഡൻ ബൂട്ട് ആയിരിക്കും 39 വയസ്സുകാരൻ ലയണൽ മെസ്സി. ഇപ്രാവശ്യം എംബാപ്പെ അടിക്കും. കാരണം ഇത്രയും ലോക്കൽ ടീമിനോട് കുഞ്ഞൻ ടീമുകളോടാണ് ഇത്ര ഗോൾ സ്കോർ അതുകൊണ്ടാണ് അതുപോലെ തന്നെ പറയുന്നത്. അതെന്താവട്ടെ ഫ്രാൻസ് ആയോ ആരിക്കേന് പക്ഷെ അടിക്കണമെങ്കിൽ ഹാട്രിക് ഒക്കെ വരണം. തരും അപ്പൊ അർജന്റീന തോൽപ്പിക്കുന്ന പറയുന്നത്. തോൽപ്പിക്കുന്ന എല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എന്തായാലും പോർച്ചുഗലാണ് എന്തായാലും തോൽപ്പിക്കും. അപ്പൊ എന്തായാലും മലപ്പുറത്ത് വന്നിട്ട് നമ്മൾ പറയാൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം തികയില്ല. മാത്രമല്ല പമ്പാടങ്ങാടിയിൽ ഒരു അടി പൊട്ടിക്കഴിഞ്ഞാൽ അതിന് ഞാനോ റിപ്പോർട്ടർ ചാനലിലെ ഉത്തരവാദി എല്ലാന്നും കൂടി അറിയിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് വൈകിട്ട് പോയാണ്. ബൈ ബൈ.